ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലാഹ് സ്വീകരിക്കില്ല. അവന്റെ ഹൃദയത്തിൽ വിഗ്രഹങ്ങളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുകയും ഷെയ്ഖേ കാക്കണേ എന്ന് വിളിക്കുകയും ചെയ്താൽ റബ്ബ് അത് പരിഗണിക്കുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാ പറയുകയും തങ്ങളുടെ അരികിൽ പോയി ചരട് കെട്ടിയിട്ട് പേടിയിൽ നിന്ന് രക്ഷപ്പെടാം എന്നൊരുത്തൻ കരുതുകയും ചെയ്താൽ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹു സ്വീകരിക്കുകയില്ല. വജാവസ്നാ ബിബനി ഇസ്രായീൽ അൽ ബഹർ, നാം ഇസ്രായേലിയരെ കടൽ കടത്തി. ഫാത്ബഅഹും ഫിറൗൻ, ഫിറൗൻ അവരുടെ പിന്നാലെ ചെന്നു. വജുനൂദുഹും, അവന്റെ പട്ടാളവും. ബഗയൻ വഅദുവൻ, അതിക്രമകരമായും ശത്രുതാപരമായും. ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ്, അങ്ങനെ അവനെ വലിയൊരു മുങ്ങിത്താഴിൽ പിടികൂടി. ഖാലാം, അങ്ങനെ ആ കടലിൽ മുങ്ങിത്താഴുമ്പോൾ അവൻ പറഞ്ഞു, ആമൻതു, ഞാനിതാ മുഅ്മിനായിരിക്കുന്നു. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ, ഇസ്രായേലിയർ വിശ്വസിച്ച അതേ അല്ലാഹുവിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. മൂസയുടെ ആ അല്ലാഹു അല്ലാതെ വേറെ ഒരു ഇലാഹ് ഞങ്ങൾക്കില്ല. വാന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് എന്ന് ഫിറഔൻ പറഞ്ഞു. സൂറത്ത് യൂനുസിലെ 90-ാമത്തെ ആയത്ത് ഫിറഔൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ചില ആളുകൾ ചോദിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടല്ലേ മരിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ പറയുന്നില്ലേ, പിന്നെ ഞങ്ങൾ മൊയ്തീൻ ശേഖനെ വിളിച്ചാൽ എന്താ കുഴപ്പം, ബദരീങ്ങളെ വിളിച്ചാൽ എന്താ കുഴപ്പം? ഈ ഫിറൗന്റെ കുഴപ്പം തന്നെ. അയാൾ ഇവിടെ മുങ്ങും ചെയ്തു. ഇനി പരലോകത്ത് അവരെ ഏറ്റവും അനശ്വരമായ ശിക്ഷയിലേക്ക്, അദ്ഖിലൂ ആല ഫിറൗന, ഫിറൗനിന്റെ ആളുകളെ നീ പ്രവേശിപ്പിക്കുക, അശദ്ദൽ അദാബ്, കഠിനമായ ശിക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുക എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന നാളെ ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻമാത്ത, ഒരാൾ മരിച്ചു, വഹുവ യഅലമു, അവൻ മനസ്സിലാക്കുന്നു, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്ന്, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പോരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് പഠിക്കണം, അതിന്റെ ശർത്തുകൾ പഠിക്കണം, അതിനെതിരായ പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കണം. മറ്റൊരു റിപ്പോർട്ടിൽ സിദ്ഖം മിൻ ഖൽബി, ഹൃദയത്തിൽ സത്യസന്ധമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ഫിർഔനിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് കാര്യമില്ല. മറ്റൊരിടത്ത് പറഞ്ഞു, ഫഇന്നല്ലാഹ ഹറമ അലന്നാർ, അല്ലാഹു നരകം ഹറാമാക്കിയിരിക്കുന്നു. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ തിരുമുഖം ദർശിക്കണം എന്ന് തേടിക്കൊണ്ട് റബ്ബിനെ കാണാൻ വേണ്ടി മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പോരാ, സത്യസന്ധമായിട്ട് പറയണം, ഇഖ്ലാസോടുകൂടി പറയണം. മുസ്തൈഖനം ബിഹാ ഖൽബ്, അവന്റെ ഹൃദയം അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നിലയിലായിരിക്കണം. റബ്ബിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പോകുമായിരുന്നെങ്കിൽ ഫിറഔൻ പോകേണ്ടിയിരുന്നു എന്ന് മനസ്സിലാക്കുക. ആ ഒരു ദുർഗതിയിൽ നിന്നും അള്ളാഹു നമ്മുടെ ഈമാനും ഇഖ്ലാസും കാരണമായും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.